വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. 2026 ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. നമുക്കിപ്പോൾ തുടങ്ങാം. ഞാനിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. നമുക്ക് അപ്പോൾ അത് നോക്കാം. ഇതിനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കണം. ഞാൻ അമ്മയുടെ ഫോണിൽ ക്വസ്റ്റ്യനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തപ്പട്ടെ. ഇതിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ ആരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാറില്ലെന്നുണ്ട്. ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ ഇട്ട് തുടങ്ങിയിട്ടില്ല. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. അതിനൊക്കെ അത്യാവശ്യം തന്നെ സമയവും നല്ലോണം കഷ്ടപ്പെടണം. എന്താ വെച്ചാൽ അമ്മ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇരുന്നുകൊണ്ട് കട്ട് ചെയ്യാൻ വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അത് കുറച്ച് പാടായതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഞാൻ ഉടനെ എടുക്കാം ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ കറണ്ട് വാൾപേപ്പറാ. അയ്യോ, അതിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോസ് എടുക്കണം. അപ്പോൾ അതിൻ്റെ വാൾപേപ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കും കിട്ടി. ഇന്ന് നെയിലിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എത്ര പ്രാവശ്യം കിട്ടിയപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നഖത്തിൽ മറ്റേ സൂചി കയറിയത് എനിക്ക് കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. നല്ലോണം കിട്ടിയത് അത് മുമ്പത്തെ വർഷം കണ്ട അത് ഇപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കിട്ടിയത് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ആദ്യമായിട്ട് ഞാൻ തയ്യമിശത്തിൽ ഇരുന്ന് തയ്ച്ചപ്പോൾ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ശരിക്കും എൻ്റെ കൈ കയറത്തില്ലായിരുന്നത്. അത് ഇങ്ങനെ ഈ വിരലിൽ തന്നെ എല്ലാ പ്രാവശ്യം കയറിക്കണം. ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു അത്. അപ്പം പെട്ടെന്നുള്ള പേടിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അമ്മേനെ വിളിച്ചു. അമ്മ എന്ന് വിളിച്ചപ്പോൾ തന്നെ അമ്മ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു കറക്കം കാട്ടി കറക്കി. അപ്പം അത് ശരിക്കും താഴെ കയറി, പിന്നെ പൊക്കത്തിൽ പിന്നെ താഴോട്ട് തന്നെ കയറി. അങ്ങനെ ശരിക്കും കയറിയിട്ടുണ്ടായിരുന്നു വിരലിലായിട്ട്. അന്ന് ശരിക്കും കയറില്ലായിരുന്നു. എൻ്റെ അമ്മ വന്ന് എന്നിട്ട് ഞാൻ അമ്മനെ കുറച്ച് ഇതൊക്കെ പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേയൊക്കെ ചെയ്തായിരുന്നു. അന്ന് ആദ്യമായിട്ട് കയറിയത്. പിന്നെയൊക്കെ കയറിയപ്പോൾ അത്ര പൊട്ടിയിട്ടില്ല. പിന്നെ നഖം വളർന്നിരിക്കുമ്പോഴത്തേനും നഖത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അധികം സീനുണ്ടായിട്ടില്ല. പക്ഷെ ആ ഇടക്ക് ഞാൻ ഉപ്പുമുളക് വെച്ചിട്ടിരുന്ന് കണ്ടായിരുന്നു. മുമ്പത്തെ വർഷം ഉപ്പുമുളക് വെച്ചിട്ട് അതും കണ്ടിരുന്ന് ഞാൻ തയ്ച്ചിട്ടിരുന്നപ്പോൾ നല്ലോണം കയറി. അതിനകത്ത് കോമഡി കണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയത് കയറി. ആദ്യം കയറിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. കൈ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കണേ, എടുക്കാനൊന്നും പറ്റുള്ള. എല്ലാം എൻ്റെ ഇതിലെന്തെങ്കിലും കയറുമ്പോൾ തന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. പിന്നെ വിഷ അനങ്ങൂല. അങ്ങനെ അനങ്ങാണ്ട് ഇന്ന് പോയായിരുന്നു. അത് അന്ന് ഞാൻ ഇവിടെ കരഞ്ഞു പോയി. വല്ലാത്തൊരിതായിരുന്നു. ഫാൻ പേഴ്സണാ. അയ്യോ എന്ന് പറയുമ്പോ വീട്ടിലുള്ളതാണ് പുറത്തുള്ളതാണ് എനിക്കറിയില്ല. എന്ത് പറയണം, എനിക്ക് എന്നെ തന്നെ ഇഷ്ടം, അതാണ് അല്ലാതെ പറയണത്. സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ സൺസ്ക്രീൻ വരെ ഇടയ്ക്ക് മറന്നു പോകണം. അല്ലെങ്കിൽ ഇടാൻ മടിയാ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആദ്യം മോയ്സ്ചറൈസർ ഇടണം, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടണം, പിന്നെ കൺസീലർ ഇടണം, ഫൗണ്ടേഷൻ ഇടണം. ഇതൊക്കെ ഇട്ട് ഐലൈനറൊക്കെ ഇടണം. അപ്പോൾ എനിക്ക് ഇതൊക്കെ ചില നേരം മടിയാവും. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോഴായിട്ട് ഞാൻ മറ്റേ ഇവിടെ ഒരു സാധനം ഇടാറുണ്ട്, കളർ കറക്റ്ററോ അതെന്തോ ഇടാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ കറുപ്പ് തന്നെയാണ് നല്ലോണം. അതുകൊണ്ടിട്ട് ഞാൻ ആ സാധനം ഞാൻ ഇടാറുണ്ട് കേട്ടോ. അല്ലാണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യും. പിന്നെ എനിക്ക് ഇടക്ക് ആരെങ്കിലുമൊക്കെ പറയും സൺസ്ക്രീൻ ഇടുന്ന എൻ്റെ ഇവിടെ ചുമന്നുണ്ട് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ടെൻഷൻ കയറിയിട്ട് ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇടുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പേരൊന്നും എനിക്കറിയത്തില്ല ഇടാൻ വേണ്ടിയിട്ട്. അത് ഇടുമോയെന്ന് അറിയത്തില്ല. ആരാ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആഡ്സ് എഡിറ്റ് ചെയ്ത് തരാറുണ്ട്. വ്ളോഗും കാര്യങ്ങളൊക്കെ ആഡ്സ് എഡിറ്റ് ചെയ്യണം. ഈ ചെറിയ വീഡിയോസൊക്കെ ഇല്ലേ, എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു ഫൗണ്ട് യുവർ പാഷൻ? എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കണ്ടുപിടിച്ചല്ലേ, അത് എനിക്കറിയത്തില്ല ഗൈസ് എങ്ങനെ പറയണമെന്നും. ഞാൻ ഈ ഇടയ്ക്കൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർക്കണത്. മുമ്പ് തൊട്ടേ ഞാൻ ഇങ്ങനെ തുന്നണേനകത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചെന്നാൽ പണ്ട് ഈ ബൂസ്റ്റ് വാങ്ങുമ്പോൾ ഒരു ബാഗ് ഫ്രീ കിട്ടുമായിരുന്നു. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെന്നറിയത്തില്ല, ഞാൻ വലിക്കുമ്പോൾ അത് ചുരുങ്ങും. അങ്ങനത്തെ ഒരു ബാഗ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവിടെ ബൂസ്റ്റൊന്നും അങ്ങനെ വാങ്ങാത്ത. അപ്പോൾ എനിക്കത് വേണമെന്നുണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മറ്റേ ഇവിടുത്തെ അച്ഛൻ്റെ മുണ്ടെടുത്ത് കീറിയിട്ട് അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കറക്റ്റ് അങ്ങനെയൊന്നുമല്ല, ഏകദേശമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ കൊണ്ടു നടക്കുമെന്ന്. പുറത്തോട്ടൊന്നുമല്ല, കളിക്കാൻ നേരത്ത് ഇങ്ങനെ ഞങ്ങൾ പിള്ളേരിവിടെ കുറേ പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി കളിക്കുമ്പോൾ മറ്റേ ഇലയൊക്കെ കാശാക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊക്കെ നടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായി. പക്ഷെ അന്ന് ഞാൻ ആ ബാഗ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതുപോലെ നടക്കുക. എൻ്റെ ചേച്ചി ഞങ്ങളന്ന് ഭയങ്കര ശത്രുക്കളായിരുന്നു, ഞാനെൻ്റെ ചേച്ചി. അന്ന് ഇവളായിട്ട് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ എന്തെന്നറിയോ, എന്നോടുള്ള ദേഷ്യത്തിൽ അവൾ ആ ബാഗ് എന്തെങ്കിലും വരച്ച് ഒറ്റ കീറൽ. മറ്റേ ഒന്നാമത് ഈ മുണ്ടിൻ്റെയൊക്കെ തുണി അറിയാല, പെട്ടെന്ന് കീറിപ്പോണം തുണിയല്ലേ. അതിൻ്റെ കൂടെ ഞാൻ മുളിസൂചി കൊണ്ടാണ് തുന്നി വെച്ചിട്ടുണ്ടായി. അത് അവൾ കീറി ഇതാക്കി. എനിക്കങ്ങോട്ട് എന്താണ്ടായിപ്പോയി. ഞാൻ അവിടെ നിന്ന് മുട്ടം തരെ അവളെ വിളിച്ച്. ഞാൻ അന്ന് ചെറുതും കൂടി, ആ ചെറിയ പ്രായത്തിൽ ഞാൻ ആ സമയത്താണ് ആകെ തെറിയ. ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞപ്പോ എന്താ പറയേണ്ടത്, എവിടെ നിന്നൊക്കെ എനിക്ക് തല്ലി കിട്ടിയെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. അമ്മ തല്ലി, അപ്പ ഓടി വന്ന്, ആരൊക്കെയോ ഓടി വന്ന് എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് അവൾ പറയിപ്പിച്ചതാണത്. ചെന്നാൽ അത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ബാഗായിരുന്നു അവൾ അന്ന് കീറിയത്. അന്ന് അങ്ങനെ ഞാനത് ഈയിടക്ക് ഞാൻ ഓർത്തത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നല്ല എന്നൊക്കെ. പിന്നെ ഞാൻ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പാവേന ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞ് എനിക്കൊരു നന്ദൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു പാവേനും കൂടി നടക്കുമായിരുന്നു പണ്ട്. ഇപ്പോഴും അങ്ങനത്തെ പാവയും ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടി. ഞാൻ കൈയും കാലും കോല് പോലെ ഇരുന്നിട്ട് ഇവിടെ മാത്രം ഇച്ചിരി മുടി ഉണ്ടായിട്ട് തൊപ്പിയിടാം. എനിക്കും അങ്ങനത്തെ ഒരെണ്ണം ഏതോ അമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് അച്ഛനമ്മ വാങ്ങി തന്നായിരുന്നു. അതിന് ഞാൻ പേരിട്ട് നന്ദൂട്ടിയാണ്. അത് കുറേ നാൾ കൊണ്ടു നടന്ന് കീറും അടുത്തുനിന്നും കീറിൻ്റെ അടുത്തൊക്കെ തുന്നി മൊത്തം ഓപ്പറേഷൻ ചെയ്ത് വെച്ച പാവയായിരുന്നു. അത് ചീത്തയിപ്പോൾ പിന്നെ അങ്ങനത്തെ പാവയാണെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് അങ്ങനത്തെ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് തുന്നിയിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ വേസ്റ്റ് തുണികളൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയൊന്നുമല്ല, വെറുതെ കൊണ്ട് നടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ. അന്ന് അത് എനിക്ക് തോന്നുന്നു 7, 8, 6 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അന്നാണ് പാവിനെ കൊണ്ട് നടക്കാറ്. എനിക്കിപ്പോഴും പാവിലുണ്ട്. അന്നേ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇത് ശരിക്കും മനസ്സിലായത് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത്. എനിക്ക് ഈ മീഷോയിലും ഒക്കെ കുറേ ഡ്രസ്സാണ് എനിക്ക് വാങ്ങാൻ ഭയങ്കര തൊലേ. പക്ഷെ വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് തയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അമ്മയുടെ പഴയ സാരി, എൻ്റെ ലച്ചുവിന് കുറേ സാരി ഉണ്ട്. ലച്ചു ഉടുക്കത്തില്ല. ലച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്. പുള്ളിക്കാരി ഉടുക്കത്തില്ല. ഇങ്ങനെ എല്ലാം സൃഷ്ടിച്ചിട്ടുകൊണ്ട് അതിൽ നിന്ന് 2-3 സാരി ഓസിയെടുത്ത് ഞാൻ ഡ്രസ്സ് തയ്ച്ച് ഇടുമായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ ആദ്യം തയ്ച്ച ഡ്രസ്സിൻ്റെ അയ്യോ അന്ന് അതൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യായിരുന്നു ഇവിടെയൊക്കെ നിന്ന്. ആ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. എന്താ ചെറിയ ഉടുപ്പ് ക്യാപ് സ്ലീവിൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നാണ് ശരിക്കും മനസ്സിലായത്. അന്നും പക്ഷെ ഇവിടെ ഇവരൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞാനിരുന്ന് ഉടുപ്പുകൾ തയ്ക്കുന്നത് ഞാൻ തന്നെ ഇടുന്ന അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ കല്യാണത്തിന് പൊന്നുവിന് എൻ്റെ താല്പര്യമെന്ന് പറഞ്ഞ അവളുടെ കല്യാണത്തിന് ഞാൻ ബോൾ ഗൗൺ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് നടക്കണേ. എനിക്ക് ഞാനായിട്ട് ഇവിടെ എല്ലാവരും ചോദിച്ചു എനിക്ക് ബോൾ ഗൗൺ വേണം, അവിടെ എവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ബോൾ ഗൗൺ ഇവിടെയൊന്നും അത്ര ഇതായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ചോദിച്ചപ്പോഴത്തേനും ഒരു ചേച്ചി പറഞ്ഞു എറണാകുളത്തുണ്ട്, പക്ഷെ 10,000 രൂപ മേലാണെന്ന് പറഞ്ഞു. ശരിക്കും 10 അല്ല, നല്ല പൈസയാവും അത്രയും കഷ്ടപ്പെട്ട് ചെയ്യണം എന്നിട്ട്. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഏകദേശം രൂപ ഉള്ള ഒരു സ്കർട്ടും ടോപ്പും തയ്ക്കാന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് മിഷത്തിൽ തയ്ച്ച്. അന്ന് അതിട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛനൊക്കെ അന്ന് ശരിക്കും അച്ഛൻ എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ആ തുണിയെടുത്തതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണം. അന്ന് കൈ നൂല് സൂചി കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കുറെ ഉടുപ്പ് തയ്ച്ച് ഞാൻ ഇടുമെന്നല്ലാണ്ട് അച്ഛന് വേറെ ഒന്നും എന്നെ കുറിച്ച് അറിയില്ല തയ്ക്കണം. എന്നിട്ടും അച്ഛൻ എനിക്ക് 10,000-2000 അടുത്ത് രൂപക്ക് എനിക്ക് തുണി വാങ്ങി തന്നു. എന്നിട്ട് എന്നോട് അച്ഛനൊരു കാര്യം പറഞ്ഞു, നന്നായാലും ചിത്രയിൽ ഇട്ടോളൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എന്നിട്ട് നോക്കിയതുകൊണ്ട് ഞാൻ വാങ്ങി തയ്ച്ചിടുകയും ചെയ്തു. അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണ് എന്നെ അച്ഛൻ കൊണ്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ചെയ്യുന്നത്. എന്നിട്ട് ആ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോയിട്ട് അവളെ തന്നെ എന്താ ഈ പരിസരത്തുള്ള കുറെ പേരും പിന്നെ എൻ്റെ ഇവിടെ പണ്ട് പഠിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായി നീ +2 തോറ്റോണ്ടല്ലേ പോയത്. ഞാൻ +2 തോറ്റിട്ടില്ല കേട്ടോ, ഞാൻ ജയിച്ചതാ. അത് ഇവിടെ എന്നെ അങ്ങനെ പറഞ്ഞ കേൾക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മിന്നു ഹൗസ് വാമിങ് അത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുമായിരിക്കും എനിക്ക്. പിന്നെ വീട് പണി തീർന്ന ഉടനെ തന്നെ നമ്മൾ പാല്
കാച്ചൽ നടത്തുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ വീട് പണി കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ ഞങ്ങൾ കയറി താമസിക്കും. കാരണം എനിക്ക് വേഗം അതിലോട്ട് കയറണം. അടുത്ത ഹൗസ് വാമിങ്ങൊക്കെ നടത്താനുള്ള പൈസ ആയിട്ട് വേണം എല്ലാവരും വിളിച്ച് നല്ലോണം നടത്താൻ. എനിക്ക് പിന്നെ ഇച്ചിരി പേരെ വിളിച്ച് ചെറുതായിട്ട് നടത്തണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എനിക്ക് നടത്തണമെങ്കിൽ നല്ലോണം നടത്തണം. എന്താ അത്യാവശ്യം പൈസ ആയാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് അയക്കണം എന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് അതൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് തന്നെ വീട് പണി തീർക്കണം. വീട് പണി എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിക്ക് പൈസ വേണം. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. വീട് പണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാശുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ആദ്യമൊന്നും ഞാൻ ആ വീട് വെക്കണമെന്നൊന്നും എനിക്ക് അത്ര വലിയ ചിന്തയൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ പൊക്കത്തേക്ക് മേലെ എടുത്തു കഴിഞ്ഞിട്ട് അത് എൻ്റെ റൂമാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിലൊന്ന് കയറിയാണ്. അന്ന് തൊട്ട് ഞാൻ ഈ വീട് പണി വേഗം തീർക്കണം എന്ന് പറഞ്ഞ് നടക്കണം. അതുവരെ ഞാനിവിടെ പൈസ മുടക്കിയിട്ടില്ല. പൈസ എന്താ പറയേണ്ടത് ഞാൻ കൊടുക്കുമെന്ന് അന്ന് ഞാൻ ഓർത്തിട്ടില്ല. ഞാൻ വീട് പണിയണ്ടെന്നേ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കണേ, അവിടെ വീട് പണിയാനുണ്ട് അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ആ വീട് പണി എപ്പോൾ തീരും ആ ഒരു മൈൻഡിലാണ് നടക്കണം. വേഗം തീർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി ഏത് തയ്യൽ മെഷീനാണ് യൂസ് ചെയ്യണേ? ഞാൻ ഉഷയുടെ 2 മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. ഉഷയുടെ പവർ മെഷീൻ ഉണ്ട്, പിന്നെ ഓവർലോക്ക് മെഷീനും ഉണ്ട്. ഇത് രണ്ടും ഞാൻ വാങ്ങിയിട്ട് ഇപ്പം 3 വർഷം ആവാനായിട്ട് പോകണ്ട. എനിക്ക് തോന്നുന്നത് അതന്നെ 3 വർഷം ആവാൻ വേണ്ടി പോകണം. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒന്നും വന്നിട്ട്. പിന്നെ ഞാനായിട്ട് കുറെ പണി ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്താ പറയണ്ട, ഈ സൂചിയൊക്കെ അതിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കും. എന്നിട്ട് പക്ഷെ എനിക്കിത് ചെയ്തു തരാൻ ചേട്ടൻ വരും. ചേട്ടൻ്റെ നമ്പർ തന്നായത്. പുള്ളിനെ വിളിച്ച് അപ്പം തന്നെ ആൾ വന്ന് എനിക്ക് സെറ്റാക്കി തരാണ്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ വേറൊരു കമ്പനിയുടെ യൂസ് ചെയ്തിട്ടുണ്ടായി. അന്ന് ഇതുപോലെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എനിക്ക് ആറ്റുനോട്ടൊരു മിഷൻ അച്ഛൻ വാങ്ങി തന്നതായിരുന്നു. എന്നിട്ട് അത് ഇടയിൽ കയറിയിട്ട് അതിലുള്ള നമ്പറിലൊക്കെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മിഷൻ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഇൻസ്റ്റയിലൊന്നും വീഡിയോസൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട്. അതൊക്കെ നോക്കുമ്പോൾ പക്ഷേ എന്തൊരു നല്ല ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ചാൽ അവർ വന്ന് ചെയ്ത് തരും. എന്തായാലും 2026 എന്താണ് പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. എൻ്റെ പ്ലാൻ എല്ലാം തലകുത്തി മറിഞ്ഞൊക്കെ നിൽക്കണേണ്. ഇപ്പൊ ഞാൻ സ്വർഗത്തിലൊന്നും ഇപ്പൊ വേറെ എന്തോ ഒരു ഇതിലും പോകണ പോലത്തെ ഒരു ഫീലാണ്. എന്ന് വെച്ചെന്നാല് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് എന്തോ പറ്റി. റീലൊന്നും നല്ലതുമുള്ള ആർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് മെസ്സേജ് ആയിരുന്നു. ഞാൻ എൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്ന് അൺഫോളോ ചെയ്തിട്ട് തിരിച്ച് ഫോളോ ചെയ്യാൻ നോക്കി. പക്ഷെ ഇതുവരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അക്കൗണ്ട് വീഡിയോസ് അല്ലാണ്ട് ചെല്ലുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ. ഹെൽത്തിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നടുവേദന, വയറുവേദന, തലകറക്കം എല്ലാം കൂടെ പീരീഡ്സ് ആയാൽ നിൽക്കില്ല. അങ്ങനെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. 15 ദിവസം വരെയാണ് എനിക്കിത് പീരീഡ്സ് ആയെന്നാലും ബ്ലഡ് വന്നത്. എനിക്ക് ഞാൻ 2025 ഡിസംബർ 25-ാം തീയതി എങ്ങാണ്ട് ഞാൻ പീരീഡ്സ് ആയിട്ട് എനിക്ക് ഈ വർഷം 2026 ജനുവരി എനിക്കൊന്ന് 3 ദിവസം മുമ്പെന്തോ നിന്നായിരുന്നു. 3-4 ദിവസം മുമ്പ് നിന്നത്. ഞാൻ സന്തോഷിക്കും, സമാധാനം. ഇനിയുള്ള എല്ലാ അമ്പലത്തിലും ഉത്സവത്തിലൊക്കെ പോവാം എല്ലാന്നൊക്കെ ഞാൻ അടിച്ചു പിടിച്ചിരിക്കാന്നൊക്കെ ഓർത്തിരുന്നു. ഞാൻ പിന്നെയും പീരീഡ്സ് ആയി. എനിക്കറിയത്തില്ല ഇതെന്താ ഇങ്ങനെ വന്നെയെന്ന്. പീരീഡ്സ് ആകുമ്പോഴത്തേനും എന്താ എനിക്കതിങ്ങനെ പറയണമെന്നറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, മരുന്ന് വന്നിട്ടുണ്ട്, ഇനി സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല മതിയായിരുന്നു. ഞാൻ ഓരോ ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ വലുതൊക്കെ കാണിക്കണം. എനിക്ക് അതൊക്കെ കണ്ട് ടെൻഷനായിട്ട് വല്ല. പിന്നെ ഇവിടെ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കൊല്ലും. എന്ന് വെച്ചാൽ മരുന്ന് തരുമ്പോൾ മര്യാദയ്ക്ക് ഞാൻ കഴിക്കാറില്ലായിരുന്നു. പിന്നെ രാത്രി ഉറക്കം നിൽക്കരുതെന്ന് പറയും, ടെൻഷൻ അധികം അടിക്കരുതെന്ന് പറയും. പക്ഷെ ഇതൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടിട്ട് ഇവിടെ എനിക്കിങ്ങനെ പേടിയൊന്നും ഇവിടെ എനിക്കതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നല്ല ചെയ്യുക എന്നാണ് എനിക്ക് കൊടുത്തേക്കണം. എനിക്കറിയത്തില്ല, ഈ ഇടക്കൊന്നും ഉണ്ടാകത്തില്ല ഷോപ്പായിട്ടൊക്കെ തുടങ്ങണമെങ്കിൽ നല്ല രീതിക്ക് പൈസ വേണം. പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ഒരെണ്ണം തുടങ്ങണേക്കാൾ റിസ്ക് പിടിച്ച കാര്യമാണ് ഷോപ്പൊക്കെ തുടങ്ങിയാൽ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ നല്ല രീതിക്ക് ആലോചിച്ചിട്ട് അത് എടുക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു കോണ്ടാക്ട് യു ഫോർ എ ഓർഡർ? എൻ്റെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ കിട്ടത്തില്ല. നമ്പറിൽ മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. വിളിച്ചാൽ ഞാൻ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചെന്നാൽ എനിക്ക് അതിൽ എപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പം
വിളിച്ചെടുത്തോണ്ടിരിക്കാനാണ് എനിക്ക് തയ്ക്കാൻ സമയത്തില്ല. അതുകൊണ്ട് ഞാൻ രാത്രി ഒരു 10 മണി 11 12 മണിക്കൊക്കെ എനിക്ക് എല്ലാവരും റിപ്ലൈ ആണ്. പിന്നെ പിറ്റേ ദിവസം അവർ എനിക്ക് എന്തെങ്കിലും റിപ്ലൈ ഇടണം. പിന്നെ രാത്രി 10 12 മണിയാകുമ്പോൾ പിന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കും. അങ്ങനെയാണ് പോണത്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഓർഡർ ഏകദേശം കൺഫേം ആണെന്ന് ചിലവരുടെ നമ്പർ മെസ്സേജ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ചിലർ കാണുമ്പോഴത്തേനും അവർ അത്യാവശ്യം മെസ്സേജ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് അറിഞ്ഞിട്ട് അവർ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അത് എന്തായാലും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ അവരോട് എന്താ പറയുക, നമ്പർ കൺഫേം ആണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വേറെ നമ്പർ കൊടുക്കും അവർക്ക്. എന്നിട്ട് അതിലേക്ക് മെസ്സേജ് ഇടണം. അതിലാണ് പിന്നെ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കലുണ്ടാവും കേട്ടോ. അഡ്വാൻസ് തന്നവർക്ക് ഞാൻ എൻ്റെ വേറെ നമ്പർ കൊടുക്കും. ആ നമ്പരല്ല കൊടുക്കണം എന്നുവെച്ചാൽ ഇപ്പം എല്ലായിടത്തും കൊടുക്കണ നമ്പർ എന്താ എന്നെ മെസ്സേജ് അയച്ചിട്ട് കൺഫേം ആണ് അല്ലേന്ന് എനിക്ക് അറിയണം. എന്നാൽ നല്ല രീതിക്ക് മെസ്സേജ് വരുമ്പോഴേ എനിക്ക് ഇതിൽ തന്നെ ഓർഡറെല്ലാം അഡ്വാൻസ് തന്നവരുടെ മെസ്സേജ് അതിൽ തന്നെ നോക്കാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനെ നോക്കിയെന്നാൽ എല്ലാം കൂടി കലർന്നാക്കിയിരിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് എന്തായാലും നമുക്ക് അഡ്വാൻസ് തന്ന ആൾക്കാർക്ക് വേണം ഇത് കൊടുക്കാം. അപ്പം അതുകൊണ്ടിട്ട് അവർക്ക് ഞാൻ വേറെ നമ്പർ കൊടുത്ത് അതിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ശ്വാസം കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് എന്റെ ഡ്രീം ശ്വാസമുട്ടലൊക്കെ വരുന്ന ഗൈസ്, എന്റെ ഡ്രീം എന്താന്നാ ചോദിച്ചേക്കാണ്. എനിക്ക് കുറെ ഡ്രീം ഉണ്ട് ഗൈസ്. എല്ലാം കൂടി എങ്ങനെ ഞാൻ പറയും, ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയണത് എന്റെ ഈ അസുഖം ഒന്ന് മാറിക്കിട്ടണം. എനിക്ക് വയ്യേക്കും വെച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഈസ് യുവർ ഫേവറേറ്റ് സോങ്? എനിക്ക് എല്ലാ സോങ്ങും ഇഷ്ടമാണ്. ഞാൻ കുറേയൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പാട്ടേക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ സ്പീക്കർ വാങ്ങുക, അത് വാങ്ങുക, ഇത് വാങ്ങാന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുവരെ വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. എനിക്ക് അതൊന്നും അത്രക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ എന്നെ ഇത് പറഞ്ഞ് ഹേറ്റാക്കും ആൾക്കാർ. എനിക്ക് അറിയത്തില്ല. എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാനേ ഇഷ്ടമില്ല. എനിക്കിങ്ങനെ മര്യാദക്ക് സൗണ്ടൊന്നും ഇല്ലാണ്ട് പലയിടത്തൊക്കെ ഇങ്ങനെ ഇരിക്കണം. അതാണ് എനിക്ക് ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ, നേടണമെന്ന് കൂടുതൽ ആഗ്രഹമുള്ളത് എന്താണ്? അയ്യോ, അങ്ങനെ ഞാൻ പറയണേ കുറേ കാര്യങ്ങളുണ്ട്. വീട് വേഗം വെച്ച് തീർക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി വീട് വെക്കണം, ഷോപ്പ് തുടങ്ങണം. എന്താ പറയേണ്ടത്, എൻ്റെ ഈ ഒരു ബിസിനസ് അത്യാവശ്യം തന്നെ ഒരു നല്ലൊരു ലെവലിൽ എത്തിക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യണത് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ മാത്രം ഇരുന്നത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം എനിക്ക് അതനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ എൻ്റെ ഡ്രസ്സുകൾ കൊടുക്കാൻ പറ്റാറില്ല. അപ്പം എനിക്കതല്ലാണ്ട് എന്താ പറയേണ്ടത്, നല്ല ഇതായിട്ട് ചെയ്യണം. ഹിന്ദിക്കാരെയൊക്കെ വെക്കണം, 2-3 സ്റ്റിച്ചറിനെ വെക്കണം, പിന്നെ എന്താണ് കട്ട് ചെയ്യാൻ ആളെ വെക്കണം, അത്യാവശ്യം ഒരു വലിയ കടയെടുത്ത് അങ്ങോട്ടേക്ക് മാറണം. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം തന്നെ റിസ്ക്കുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം സീനില്ല, പ്രശ്നമില്ല, മേടിക്കണ്ട. പക്ഷെ അവർ അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേന് വാടക, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതെല്ലാം നോക്കിയിട്ടൊക്കെ എനിക്ക് അതെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കിയിട്ടൊക്കെ ചെയ്യണം. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞിരുന്നാൽ ഒന്ന് ലീവ് പിന്നെ നമുക്ക് എന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടേ. എനിക്കിപ്പോ 21 വയസ്സുണ്ട്. 12 വയസ്സ് അല്ലാട്ടോ, 21 വയസ്സുണ്ട്. അടുത്തത്, ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് റോൾ മോഡൽ? എനിക്ക് അങ്ങനെ ആരുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ ആരുമില്ല. എന്താ പറയണ്ട, എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ അറിയില്ലെന്നാ ഞാൻ പറയാം. പിന്നെ അറിയില്ലെന്ന് എപ്പോഴും ഇങ്ങനെ പറയാൻ നോക്കിയിട്ട് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ മറ്റേ ഹൻസികേനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നൊക്കെ ഹൻസികേനെ ഇഷ്ടമാണ്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല കൊച്ചാണ്, നല്ല രസം. അതിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ, ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ നല്ല രസം. പക്ഷെ അന്നൊക്കെ എനിക്ക് എന്ത് പറയണമെന്നില്ല. ചേച്ചിയോട് ഇതൊന്നും പറയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എന്താ, എനിക്ക് അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, വീഡിയോസ് ഒക്കെ ഇരുന്ന് എല്ലാവരെയും കാണുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ആരും അങ്ങനെ ഇതാക്കിയൊന്നും വെച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ ഏറ്റവും സങ്കടം വന്ന സംഭവം ഏതാണ്? കുറേ ഉണ്ട്. എന്താ പറയുന്നത്, ഏറ്റവും ഞാൻ സങ്കടപ്പെട്ട, ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു കാര്യം വന്നത് അക്കു മരിച്ചിട്ടുണ്ടായിരുന്നു. അക്കു മരിച്ചതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക്
അതിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അത് എനിക്കൊന്നല്ല, ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട ഒരു കാര്യമായിരുന്നു വെച്ചാൽ അത്രയും ബോൾഡായിട്ടുള്ള ഒരാള് സൂസൈഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതൊട്ടും ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അത് ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ഒരു 3-4 ദിവസം മുമ്പായിരുന്നു ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ ഇരുന്നു മോങ്ങലായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണേ ഉണ്ടായില്ല. ഞാൻ പല രീതിയിൽ ഞാൻ ആലോചിക്കണേന്ന്. അത് ഒന്ന്. പിന്നെ ഏതാ എനിക്ക് എക്സാം എഴുതാൻ പറ്റാഞ്ഞതല്ല, ഞാൻ എക്സാം എഴുതാൻ പറ്റാത്തപ്പോഴും ഞാൻ അത്ര സീനായിട്ടൊന്നും എടുത്തില്ല. എന്നെ സമാധാനിപ്പിക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായാലെന്ന് വെച്ചെന്നാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ കുട്ടികളൊക്കെ കയറി. എനിക്ക് അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ, ഞാൻ എക്സാം എഴുതിയില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നോക്കണ്ട. ആ ഒരു ടൈമിൽ ഞാൻ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി എന്ത് ചെയ്യുമോ എനിക്കെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും കുട്ടിക്ക് കയറി, ഞാൻ മാത്രം വീട്ടിൽ കയറി. ഞാൻ അവസാനം ഒരു മറ്റേ ഈ എന്താ പറയുക ലേഡീസ് സ്റ്റോറിലെ അങ്ങനത്തെ ഒരു കടയിൽ ഞാൻ സെയിൽസ് ഗേളായിട്ട് പോകാൻ വേണ്ടി പോണേ. അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് കണ്ട ഞാനൊരു റീലിട്ടത്. ഈ ഉള്ള സ്ഥലത്ത് മറ്റേ എന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് മറ്റേ ആ വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ട് നിലത്ത് മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിട്ട വീഡിയോ ആയിരുന്നു. പക്ഷെ അത് നല്ലോണം തന്നെ കയറിപ്പോയായിരുന്നു. അത് വെച്ചെന്നാൽ എനിക്കിനി ഞാൻ അപ്പോൾ ഓർത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഉറപ്പാണ് അടുത്ത വർഷം എന്നെ കെട്ടിച്ചു വിടുക. ഏതെങ്കിലും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് പാത്രം കഴുകി മക്കളെ നോക്കി ഇരിക്കേണ്ടി വരും. അതായിരിക്കും എൻ്റെ അവസ്ഥയെന്ന് ഞാൻ ശരിക്കും ഞാനൊന്ന് ഓർത്തെന്ന് വെച്ചാൽ എക്സാം എഴുതാൻ പറ്റിയില്ല, ജയിച്ചില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെയും കുട്ടികളൊന്നും കയറാൻ പറ്റത്തില്ല. ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ നല്ല രീതിക്ക് ഇതുണ്ട്. അപ്പം അതൊന്നും നടക്കൂല എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല. ദൈവം നല്ലോണം എന്നിങ്ങനെ പരീക്ഷിക്കണേ. അവസാനം എനിക്ക് തരേണ്ടതൊക്കെ തന്നു. ഓക്കെ, ബർത്ത്ഡേ പ്ലാൻ. ഇനി എനിക്ക് ബർത്ത്ഡേ ഇല്ല. അടുത്ത എൻ്റെ 22 വയസ്സാണ്. എനിക്ക് അതൊന്നും ആഘോഷിക്കട്ടെ. ഞാൻ ബർത്ത്ഡേ ഒക്കെ മറക്കാൻ കൂടെ ചുമ്മാ അറിഞ്ഞാണ്ട് എനിക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ന്യൂ ഡ്രസ് അപ്ഡേറ്റ്. അങ്ങനെ വെച്ചാൽ കുറേ ഡ്രസ്സിന് ഉണ്ട്. ഇപ്പോഴേ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇരിക്കണേ. അടുത്ത ഡ്രസ്സിനുള്ള മെറ്റീരിയൽ ഇവിടെ ഇരിക്കണം, അതിന് തയ്ക്കണം. അടുത്തത് വാട്ട് ഈസ് യുവർ ബ്യൂട്ടി കെയർ. ഇതാണ് ബ്യൂട്ടി. ഇതിൽ മൊത്തം പൊട്ടും കൊടിയും പാടുകളും ഒക്കെ മറ്റേ ഇവിടെ ഇടുന്ന വെച്ച്. എനിക്ക് PCOD ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. PCOD ഉള്ളവർക്ക് നല്ല കൊടവയർ ഉണ്ടാവും, ഇവിടേക്ക് നിറഞ്ഞ് കുരുക്കൾ വരും എന്നൊക്കെയല്ലേ പറയണേ. എനിക്ക് ഈ 2 സമയത്ത് ലൈഫ് എങ്ങനെ പോകുന്നു? ലൈഫ് നല്ല 3G ആയിട്ട് പോകുന്നുണ്ട്. അടുത്തത് 2026 നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇല്ലല്ലേ, 2026 നെക്സ്റ്റ് പ്ലാൻ എന്താ എനിക്കറിയത്തില്ല. ഇത് തന്നെയാണല്ലോ ഞാൻ എല്ലാത്തിലും പറയണം. അറിയത്തില്ല. എനിക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടൊന്നും വന്നില്ല. ഞാനാ കുഴപ്പം. നെക്സ്റ്റ് പ്ലാൻ വീട് പണി തീർക്കണം ഫസ്റ്റ്. അതാണ് ആദ്യത്തത്. പിന്നെ എനിക്ക് വീട് പണി ഈ വർഷം തീരുമോന്ന് ആദ്യം തന്നെ എൻ്റെ അച്ഛനോട് ചോദിക്കണം. അത് കഴിഞ്ഞ് വീട് പണി തീരില്ല എന്നാണെങ്കിൽ എനിക്ക് ഈ റൂം ഒന്ന് സെറ്റാക്കി എടുക്കണം. എനിക്ക് ഈ റൂമിലെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് നിൽക്കണമെന്നുണ്ട്. ഈ കുഞ്ഞിക്ക റൂമിൽ ഞാൻ ഇതെല്ലാം കൂടി വെച്ചിട്ട് ആ ഒരു മൂലം മൊത്തം സാധനങ്ങളിരിക്കും. അപ്പം എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പം വീട് പണി ഈ വർഷം തീർത്തില്ലെന്നാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അപ്പം ആദ്യത്തെ വീട് പണി തീർക്കണം. പിന്നെ കുറേയൊക്കെയാണ്, ഞാൻ അതൊന്നും ഇങ്ങനെ പറയണില്ല. എങ്ങനെ ഇത്രയും വലിയ ഡ്രസ്സ് തയ്ക്കാൻ പറ്റണേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ ഡ്രസ്സ്. നല്ല കഷ്ടപ്പാടാണ് വലിയ ഡ്രസ്സ് തയ്ക്കാൻ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, വലിയ ഡ്രസ്സ് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതാണ് കൂടുതൽ തയ്ക്കണം. എന്താ എന്നോട് കുർത്തി തയ്ക്കുക അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും തയ്ക്കുകയാണെങ്കിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ തയ്ക്കില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ എനിക്ക് അതൊക്കെ തയ്ക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ ബോൾ ഗൗൺ ഞാൻ എത്ര തയ്ച്ചാലും എനിക്ക് മടി വരത്തില്ല. അത് എനിക്കാണെങ്കിൽ ഒട്ടും വരത്തില്ല. ഞാൻ എത്ര പാതിരാത്രി വേണമെങ്കിലും ഇരുന്നിട്ട് തയ്ച്ച് തീർക്കും. അക്കൗണ്ട് ശരിയായിരുന്നു. എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. എന്താ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. അമ്മയുടെ പേരെന്താ? രാജി. യെസ്, ഹെയർ കട്ട് വ്ളോഗ് ചെയ്യുമോ? ഞാൻ ചെയ്യാട്ടാ. ഞാൻ 2 ദിവസം മുമ്പ് മുടി വെട്ടിയെന്ന്, അല്ലാതെ ചെയ്യായിരുന്നു. എനിക്കും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്ത് മെഷീനായി യൂസ് ചെയ്യേണ്ടത്?
ആദ്യമേ തന്നെ ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഉഷയുടെ ഷോറൂമിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ കുഞ്ഞു കുഞ്ഞു നല്ല മിഷീനൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങണമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ബിസിനസ്സായിട്ട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങണേക്കാൾ നല്ല പവർ മെഷീൻ വാങ്ങണമായിരിക്കും. ഇതിന് എനിക്കൊന്ന് 25,000 രൂപ എന്തോ വേണം. അടുത്തത് സ്വന്തമായിട്ട് ഒന്ന് പുകഴ്ത്തോ? സ്വന്തമായിട്ട് പുകഴ്ത്താനാണ്. എങ്ങനെ ഞാൻ പുകഴ്ത്തും? ഞാൻ സുന്ദരിയായ ഒരു പക്ഷെ എനിക്ക് എന്റെ മുഖം ഇഷ്ടമല്ല. ഇപ്പോഴും അല്ല, എപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് എപ്പോഴും ഹാപ്പി ആണോ? എപ്പോഴും ഹാപ്പി ആണോ ഇഞ്ചെന്നായിരിക്കും അല്ലേ? അത് തന്നെ, എപ്പോഴും ഹാപ്പിയാണ് ഇഞ്ചെന്നായിരിക്കും. മലപ്പുറത്തൊക്കെ അങ്ങനെയല്ലേ പറയണം. എപ്പോഴും ഞാനിപ്പോൾ ഹാപ്പി അല്ലേ ഗൈസ്? എനിക്ക് തോന്നാൻ 2025 ഒരു 5 വർഷമായിരുന്നു എനിക്ക്. സത്യമായിട്ടും എനിക്ക് തോന്നണം വിഷു, ഓണം, ക്രിസ്മസ് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച സമയം. ഒരു വർഷത്തിൽ വിഷു, ഓണം, ക്രിസ്മസും. ഈ സമയം മൊത്തം എനിക്ക് മുന്നിച്ച് ഞാൻ ഇരിക്കണേന്ന്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒറ്റക്കാരാണ്. എല്ലാ പ്രാവശ്യവും എനിക്കിവിടെ കുറച്ച് പിള്ളേരുണ്ട്. ഞങ്ങൾ കുറച്ച് ടീമുണ്ട്. എനിക്കിവിടെ അടിച്ചു പൊളിച്ച് നടക്കും. അതിൽ ഒരെണ്ണം കല്യാണം കഴിച്ച് പോയി. ബാക്കി 2 എണ്ണം കൈകൊട്ടിക്കളിയില്ലേ, അതിലും ചേർന്നുകൊണ്ടിട്ട് അതിലും പോയി. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒറ്റക്ക. വിഷുവിൻ്റെ തലേന്നായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണം. ഞാൻ പറഞ്ഞ അവള് പോയി കഴിഞ്ഞാൽ എൻ്റെ പകുതി ജീവൻ പോയി എന്നാണ് പറയാം. എനിക്ക് എന്തെങ്കിലും പറയാനാരും ഇല്ല. എന്താ പറയേണ്ടത്? ഒറ്റക്കായി. അല്ലെങ്കിൽ ഞാനിവിടെ എനിക്ക് ഒറ്റക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അവളുടെ അടുത്താ പോണം. അവളെ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും നശിഞ്ഞു പോയെന്ന് വേണേൽ പറയാം. ശരിക്കും ശോഭ തന്നെ. ഞാൻ എന്നിട്ട് ഓണത്തിന് ഇവിടെ നിന്ന് കരയണേന്ന്. ഓണത്തിന് ഇവിടെ കല്യാണം കഴിച്ച് പോയില്ല. അപ്പൊ ഇവിടെ അവിടെ നിന്ന് ഇടക്കല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇടക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വരണ്ടേ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാനിരിക്കണം ഭേദം. ദൈവം ഇപ്പൊ പറഞ്ഞ് വേറെ ഇല്ലാണ്ടിട്ടൊക്കെ പോലെ. അവളപ്പോ ഇടക്കാണ് അവിടെ നിന്ന് വന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരികൾ 2 പേരും കൈകൊട്ടിക്കളിക്ക് പോയി. തിരുവോണത്തിന്റെ അന്ന് ഞാനിവിടെ ഒറ്റക്ക്. ഇവിടെ തുമ്പി ഉണ്ടായിരുന്നു, തുമ്പിയും പോയി. ഞാൻ എന്നിട്ട് എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരി കൈകൊട്ടിക്കളിക്ക് പോയവരുടെ വീടിന്റെ പുറത്തത്തെ അരപ്രൈസുണ്ട്. അരപ്രൈസിൽ ഞാൻ ഇങ്ങനെ കിടന്ന് അവിടെ ഇരുന്ന് കിടന്ന് കരഞ്ഞ്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരുന്നു. ആ കാര്യം കണ്ടില്ല. ഞാൻ അന്ന് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഒറ്റക്കായിപ്പോയി. എന്നിട്ട് പിറ്റേന്നും ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. മെൻമോഫാറ്റ്സ് ഗ്രൗണ്ടിൽ പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് പിന്നെ ഇവിടെ തുമ്പി അബിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് എനിക്ക് അധികം ശോകം തോന്നില്ല. 4 ശോകം ഉണ്ടായിരുന്നു. ശരിക്കും മുത്തിനെ ഞാനിപ്പോൾ നല്ലോണം മിസ് ചെയ്യാനുണ്ട്. എന്നുവെച്ചെന്നാലും പണ്ടത്തെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഞങ്ങൾ തമ്മി കണ്ടെന്നാൽ മുടിക്ക് കുത്തിപ്പിടിക്കുക. അതുപോലെ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇരുന്ന് കറങ്ങും. വഴക്ക് പിടിച്ചിട്ടിരുന്നിട്ട് കറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയണ്ടേ, എൻ്റെ നല്ല ഒരു അനിയത്തി എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ കമ്പനിയൊന്നും അടിക്കാനൊന്നും പറ്റത്തില്ല. അവൾ അവിടെയല്ലേ. അത് മാത്രമല്ല, അവൾ ഇവിടെ വന്നത് ഞങ്ങളുടെ നാട്ടിലെ കുറെ എണ്ണങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ കലി കയറും. സത്യം പറഞ്ഞാൽ എന്താ അവളുടെ അമ്മേനോട് വന്നിട്ട് പറയണേ, മക്കളെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒന്നും വരരുതെന്ന് പറയണം. അങ്ങനെയൊന്നും വരാനൊന്നും പാടില്ല. അവരുടെ വീട്ടുകാർക്ക് ഒന്നും കുഴപ്പമില്ല. അവൾ കെട്ടിയ ആൾക്കാർക്ക് കെട്ടിയ ചെക്കനാണേലും ചെക്കൻ്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേർക്ക് ക്രിമീഡിയ. എൻ്റെ ചിറ്റനാട് പറയണത് എന്താ അങ്ങനെയൊന്നും വരരുത്, എന്തിനാ അവൾ അങ്ങനെയൊക്കെ വന്നത്, അവൾ അവിടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നേ. എൻ്റെ ചിറ്റ അത് ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ ചിറ്റേനെ കുറെ ആൾക്കും ചിറ്റ ഞാൻ കേട്ടിരുന്ന അവൾക്ക് ചിറ്റേനെ കാണാൻ തോന്നുമ്പോൾ അവൾ ഇവിടെ വരും അല്ലേ. ഞാനീ പറയണത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള. അവൾക്ക് അവളുടെ അമ്മയും അച്ഛനും കാണാൻ തോന്നുമ്പോൾ അവൾ ഇവിടെ വരണ്ടേ. അല്ലാണ്ട് വന്ന ഉടനെ പോകണം, എന്തോ അവിടെ മാത്രം നിൽക്കാവുള്ളൂ. ഇതെന്തോ പെമ്പിളിയൊക്കെ ഞാൻ പറയണ്ട. എനിക്ക് അതൊന്നും ഒട്ടും ഇങ്ങനെ ഇതാക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ എൻ്റെ അച്ഛനോടും ഉമ്മയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം കഴിച്ച് വിടുന്നൊന്നും ഞാൻ ഇവിടെ വരും. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് അവിടെയും പോകാൻ പാടില്ല, നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി ഒരു വീട് വെക്കും, എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞേക്കണം കേട്ടോ. എന്തിനാ വെറുതെ. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യണം? അത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ തയ്ക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തയ്ക്കാണ്. ഇപ്പൊ റീൽസ് പോലും ഞാൻ മര്യാദ കാണാറില്ല. എനിക്കിങ്ങനെ റീൽസ് കാണുമ്പോൾ ബോറടി. കുറച്ച് നേരം റീലിങ്ങനെ തോന്നും, അപ്പൊ എനിക്ക് ബോറടി. ഇത് ഞാൻ
ആദ്യമേ തന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ റീൽസ് ആയിരിക്കും കാണാം. റീൽസ് കണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് മടുക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ യൂട്യൂബിലായിട്ട് ചാടും. യൂട്യൂബിലും കുറച്ച് നേരം ഇപ്പൊ കാണുമ്പോൾ തന്നെ മടുക്കും. അപ്പൊ തന്നെ ഞാൻ എന്നാൽ എന്തെങ്കിലും തയ്ക്കാം എന്ന് വെച്ചിട്ട് ഉടനെ തയ്ക്കാൻ പോയിരിക്കുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തയ്ക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ഒക്കെ ഇരുന്ന് തയ്ച്ചോണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടം. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന തയ്യല. അടുത്തത് കല്യാണം പ്ലാൻ. എന്റെ പൊന്നു ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ വേണ്ടെന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തി. എന്നുവെച്ചാൽ അങ്ങനെയല്ല കേട്ടാ, ഇപ്പോഴേ ഒന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, കസ്റ്റമറിൽ നിന്ന് കിട്ടിയ മറക്കാൻ പറ്റാത്ത അനുഭവം. നല്ലതാണോ ചീത്തയാണോ? നല്ലത് കുറേ ഉണ്ട് ഗായ്സ്. എന്ന് പറയുമ്പോഴത്തേനും കുറേ ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ തീരാത്തത്രേനും ഉണ്ട്. എന്താ പറയേണ്ടത്, ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തി കസ്റ്റമറായിട്ട് മെസ്സേജ് എൻ്റെ ഒരു നല്ലൊരു ചേച്ചിയായത് ഒരാളുണ്ട്. പുള്ളിക്കാരത്തി എന്താ പറയണ നല്ലൊരു, എനിക്കെല്ലാം പറഞ്ഞു തരും ഇങ്ങോട്ടേക്ക്. എല്ലാവരും അങ്ങനെ ഉണ്ട്. എനിക്ക് തന്നെ എല്ലാ കസ്റ്റമറും എന്നോട് പറയണത് എനിക്കെല്ലാം പറഞ്ഞു തരും, നീ ഇങ്ങനെയൊന്നും പൈസ കുറക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ എന്താ പറയണ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അതിപ്പോൾ എനിക്കിപ്പോൾ തോന്നണ, ഞാൻ ഒരു പ്രാവശ്യം ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തായിരുന്നു. എന്നിട്ട് അത് അപ്പം അയച്ചപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര ലൂസ് ഉണ്ടായിരുന്നു. ലൂസ് മാത്രമല്ല, ആ ചേച്ചിക്ക് എനിക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് ഇറങ്ങി എന്തോ പോകണുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടം വന്നടാന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ അപ്പോൾ ഭയങ്കരമായിട്ട് വ്യസനം വന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ആഴ്ച ഞാനും കൂടി ആലപ്പുഴ അറ്റത്താണ്, എൻ്റെ വീട് എറണാകുളം അടുത്തായിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക്. ഞാനും അടിച്ചും കൂടിയിട്ട് എൻ്റെ ഇവിടെ ഒരു കുഞ്ഞു മിഷ്യൻ പണ്ടത്തെ ഉണ്ടായിരുന്നു, അതും എടുത്ത് ഞങ്ങൾ പോയി. എന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ മിഷ്യൻ വെച്ച് ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ആ ചേച്ചിക്ക് കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ആ ചേച്ചിക്ക് സന്തോഷമൊക്കെ ആയിരുന്നു. അത് ഞാനിപ്പോൾ ഓർത്തു വട്ടം തന്നെ. അങ്ങനെയൊക്കെ പണ്ട് ഞാൻ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടുണ്ട്, ദൂരെയൊക്കെ കൊറിയറൊക്കെ കൊണ്ടേ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഞാൻ. എന്നുവെച്ചാൽ ഇങ്ങനെ കൊറിയർ അയക്കാൻ അറിയാണ്ടിരുന്ന സമയത്തൊക്കെ. അപ്പൊ ഗായ്സ് ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നു. ഞാൻ തന്നെ അറിഞ്ഞില്ല ഗൈസ്, ക്വസ്റ്റ്യൻ തീർന്നു. ഗ്യാസ് കയറുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നു. അധികം സംസാരിച്ചാൽ പിന്നെ ഞാൻ ശ്വാസം മുട്ടുന്നു. എനിക്ക് മാസ്ക് വെച്ച് തയ്ക്കാനിട്ടാണ് തോന്നുന്നു. പക്ഷെ എനിക്ക് മാസ്ക് വെച്ച് തയ്ക്കാൻ തോന്നത്തില്ല, ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ Q&A ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടോ. നമുക്ക് അത് വെച്ചിട്ട് യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. പിന്നെ എന്താ പറയേണ്ടത്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ പറയണ്ടേ ഗൈസ്, എൻ്റെ മുടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ പുതിയതായിട്ട് സ്ലൈഡ് വാങ്ങിയായിരുന്നു. 4 സ്ലൈഡ് വാങ്ങി 450 രൂപയായി. എൻ്റെ പിന്നെ കണ്ണു തള്ളിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഞാൻ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടി ക്വസ്റ്റ്യനൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ 4% ഫോണിലുള്ളത് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും. അപ്പോൾ ഞാൻ പോയി തയ്ക്കട്ടെ. പിന്നെ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ബായ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത എന്ത് വീഡിയോ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക്. നോക്കട്ടെ, എന്തായാലും സ്കാൻ ചെയ്ത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാം. ബൈ.